ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ 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 സന്തോഷം. അപ്പം എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളായിട്ട് താമസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഏറെ മക്കളും ഉണ്ടായിരുന്നു. 10ഉം 9ഉം 8ഉം 7ഉം 6ഉം ഒക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം രണ്ടേ രണ്ട് കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ സുഖങ്ങളോ അവരുടെ കരുതലുകളോ ഒന്നും ഇപ്പോഴുള്ള കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ താമസിച്ചിരുന്ന കാലത്ത് നമ്മുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരിമാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ഒക്കെയാണ് നമ്മളെ വളർത്തിയിരുന്നത്. അപ്പം അവർക്ക് സുഖമില്ലാതെ ആവുമ്പോൾ നമ്മൾ അവരെ ചെന്ന് ഒന്ന് കാണുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. നമ്മൾക്ക് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ചെല്ലുക, കാണുക, അവർക്ക് വേണ്ട അത് അവരെ ഒന്ന് സംസാരിച്ച് അവരോട് പോരുമ്പോൾ, അല്ലാതെ മരിച്ചതിന് ശേഷം മാത്രമല്ല പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ വളർത്തിയെടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പ്രായമാകുമ്പോൾ അവർ നമ്മളെ കാണുവാനായിട്ട് വരികയുള്ളൂ. അമ്പലങ്ങളിൽ പോയി ഒരുപാട് വഴിപാട് കഴിക്കേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ ഈ പല കുടുംബങ്ങളിലും സർപ്പങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ സർപ്പദോഷം കൊണ്ട് പല പല കുഴപ്പങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അപ്പം സർപ്പത്തെ കൊണ്ടുപോയി ആരാധിച്ച് ആമയുടെയിലോ അവിടെ ഇവിടെ ഇരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാത് മാസങ്ങളിൽ ആയില്യ പൂജയും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തണം. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഷൂട്ടിംഗ് നിർത്തി വച്ചിരിക്കുകയാണ്. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ. സുരേഷ് ഗോപിയുടെ കാര്യം കേട്ടിട്ട് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് സുഖമില്ല, അതുകൊണ്ടാണ് ഷൂട്ടിംഗ് നിർത്തി വെച്ചത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരുപാട് സിനിമ നമുക്ക് ഇറങ്ങുന്നുണ്ട്, നല്ല നല്ല സിനിമകൾ. എല്ലാവരും സിനിമയെല്ലാം പോയി കാണണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.